Hello guys, welcome to our YouTube channel. രാവിലെ എണീറ്റ് ഏട്ടൻ്റെ സിസ്റ്ററിനെ ഒന്ന് കൊണ്ടാക്കാൻ പോകാണ്ട് അത് കഴിഞ്ഞ ഏട്ടൻ വന്ന് ഇപ്പോൾ കാലിച്ചായ കുടിക്കുകയാണ്. കാലിച്ചായ എന്താ ഇതെങ്കിൽ പേര് നെയ്വട പോലെ ഇവിടുത്തെ നെയ്വട എന്നാണ് ഈ പറയാ. അപ്പൊ ഇന്ന് ഞാൻ എന്ത് വീഡിയോ ആയിട്ടാ വന്നേന്നല്ലേ, ഇന്ന് ഈസോന്റെ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നത്. ഞങ്ങൾ രാവിലെ ചായ കുടിക്കാനും ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിക്കുന്നത്. സമയം 7 8 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഈസോ എണീറ്റില്ല, ഈസോ നല്ല ഉറക്കാം. ഈസോ അതിന് ഉറങ്ങുന്നത് രാത്രി 12 മണി 12:30 1 മണിക്കാണ്. അപ്പോൾ അത് കുറച്ച് ഈസോ എണീറ്റിട്ട് ഈസോന്റെ വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ. ഈശോ അമ്മ പൊന്ന ഈശോ എനിക്ക് അങ്ങനെ ഈശോ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കളിച്ച് എണീച്ചിരിക്കുന്നുണ്ട്. ചെറുതായിട്ട് ചിണുങ്ങുന്നുണ്ട്. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും എപ്പോഴാണോ ഉറങ്ങി എണീക്കുന്നത് ആ സമയത്ത് എല്ലാ ബേബീസിനും ഉണ്ടാകുന്ന പ്രശ്നം വെക്കുമുണ്ട്. ചില സമയത്ത് നല്ല മൂടല്ല എന്നാണെങ്കിൽ ചിണുങ്ങും. അപ്പോൾ ഇന്നും ചെറുതായിട്ട് ചിണുക്കുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, അമ്മേൻ്റെ മോളെവിടെ, അമ്മേൻ്റെ സ്വത്ത് എവിടെ, ഇങ്ങനെ നോക്കുന്നല്ലാണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നൊന്നുമില്ല. ഡാഡനെ കിട്ടി കഴിഞ്ഞാൽ എന്നോട് വലിയ ലോകിയൊന്നുമില്ല മുപ്പത്തേക്ക്. ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് സ്നേഹിക്കുന്നുണ്ട്. എന്നാലും മുപ്പത്തി എന്തൊക്കെ കളിക്കുന്നുണ്ട്. ഉറക്കത്തുനിന്ന് എണീറ്റതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഞാൻ വെള്ളം കൊടുക്കും. അവളെ വാട്ടർ ബോട്ടിൽ ഞാൻ ഇതിൻ്റെ ബെഡ്റൂമിൽ എപ്പോഴും വെക്കലുണ്ട്. ഉറക്കത്തിലാണെങ്കിലും ഓള് ചില സമയത്ത് ഇങ്ങനെ കരയുമ്പോൾ ഞങ്ങൾ ഉറക്കത്തിൽ എണീച്ചിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ വെള്ളം കൊടുക്കലുണ്ട്. വെള്ളം മക്കൾക്ക് എന്തായാലും നല്ലതല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ വെള്ളം കൊടുക്കും. ഞാൻ അപ്പോൾ ഈസോൻ്റെ കൂടെ കളിക്കുക. പക്ഷേ ഈസോൻ്റെ ഡ്രസ്സൊക്കെ അയക്കാൻ നോക്കിയിട്ട് അതൊന്നും അവൾ സമ്മതിക്കില്ല. അവൾ ചിണുങ്ങാണ് ചെയ്യുന്നത്. എന്താ അറിയില്ല, മൂഡ് ശരിയില്ല, ചെറുതായിട്ട് ശരിയില്ല. അവലേട്ടനെ നോക്കി കുറച്ച് നേരം കൈനോണ്ട് ചൂണ്ടി അവലേട്ടൻ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ അവലേട്ടൻ വന്ന് വിളിച്ചിട്ട് അവലേട്ടൻ്റെ അടുത്തേക്ക് പോയില്ല. നോക്കി ഞാൻ രാവിലെ അങ്കറി കൊടുക്കും, കുറുക്ക് എന്തെങ്കിലും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെയാണ് കൊടുക്കുക. ഞങ്ങൾക്ക് എല്ലാം ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഈസു രാവിലെ തന്നെ എണീറ്റ് ഈസുൻ്റെ ഡാഡിയും കൂടി എന്താ ചെയ്യുന്നത് കാണിച്ചു തരണം. ഞങ്ങൾക്ക് കാച്ചരേ രണ്ടാളും കൂടി എന്താ ചെയ്യുന്നത് നോക്കിയാ, കാർട്ടൂൺ കാണുക. രണ്ടാളും കൂടി രാവിലെ തന്നെ എണീറ്റിട്ട് കാർട്ടൂൺ കാണാം. ഡാഡയ്ക്ക് പറ്റിയ മോളും മോക്ക് പറ്റിയ ഡാഡിയും. ഈ എണീക്കുന്നതിന് മുമ്പേ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഇത് കുന്നവായപ്പൊടിയിൽ നമ്മളെ പനക്കൽക്കണ്ട ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഇന്ന് എന്താ കുറച്ചേ ഉള്ളൂ, പൊടി കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഏട്ടൻ വാങ്ങാൻ പറഞ്ഞതിനോണ്ട് ഉള്ളത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് കുടിക്കലുണ്ട്, ചില സമയത്ത് കുടിക്കും, ചില സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേണ്ട പറയും. വേണ്ട അല്ല തുപ്പു. അപ്പം നമുക്ക് മനസ്സിലാവും വേണ്ട എന്ന്. അധിക ദിവസങ്ങളിലും കൊടുക്കലുണ്ട്. അത്രയ്ക്ക് വാശി പിടിക്കുന്ന ദിവസം മാത്രമാണ് ഇത് കൊടുക്കാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വെള്ളയപ്പോ ദോശയോ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഓള് കഴിക്കാം. ഏതെങ്കിലും ഒന്ന് ഓൾ എന്തായാലും കഴിക്കും. ചില സമയത്ത് രണ്ടും കഴിക്കൂ, കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ അമലേട്ടൻ്റെ അടുത്ത് ഓൾക്ക് ഇത് കൊടുക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി. ഞങ്ങൾക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കി. ഒന്ന് ദോശ തന്നെയോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓള് കുന്നവായൻ്റെ പൊടി അങ്ങോട്ട് കഴിക്കുന്നില്ല. ഓള് കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ ഞാൻ ഓൾക്ക് കുറച്ച് കുഞ്ഞി ദോശയും ലവ് ഷേപ്പിലും കുറച്ച് സ്മൈലുള്ളതൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിന് കാണുമ്പോഴെങ്കിലും കഴിച്ചോട്ടെ കഴിച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കിയതിന്. ഞങ്ങൾക്കുള്ള ദോശ ഞാൻ ഉണ്ടാക്കി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ. അപ്പോൾ ഓക്ക് വെറും ദോശ മതിയല്ലോ. ചില സമയത്ത് കറിയൊക്കെ കൂട്ടി തിന്നും, ചില സമയത്ത് അങ്ങനെ കൂട്ടി തിന്നൂല. ചില സമയത്ത് അങ്ങനെ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഓക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓളടുത്തേക്ക് പോയി. ഇതാണ് ഞാൻ ഇഷുക്കുട്ടിക്ക് ഉണ്ടാക്കി ദോശ. എങ്ങനെയുണ്ട് രക്ഷയില്ലേ?
ഇതൊക്കെ നോക്കുന്നുണ്ട്. ഈശോന് ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ല ഞാൻ ചെറിയ ചെറിയ ദോശ ഉണ്ടാക്കി കൊടുക്കൽ, ഇങ്ങനെ ഓരോന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കും. മനസ്സിലാവാനൊന്നും ആയിട്ടില്ല തോന്നുന്നുണ്ട്, പക്ഷെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ബാ വിളിക്കുക. ഒരു ദോശേനെ ദ്രോഹം ചെയ്യുന്നത് കാണുന്നുണ്ട് നിങ്ങൾ. തിന്നാനറിയില്ല കുട്ടിക്ക്. ആ ദോശ കേസിനെ കൊണ്ട് ഞങ്ങൾ കഴിപ്പിച്ചിട്ടോ. കാരണം അവള് കുന്നമായ പൊടി കുറുക്ക് അവൾ കഴിച്ചില്ലായിരുന്നു. അവൾ കുറച്ച് കഴിച്ചുള്ളായിരുന്നു. ഇതിനെക്കാട്ടി കൂടുതൽ ഡെയിലി ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ഇന്ന് കുറച്ച് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളായിരുന്നു. അപ്പോൾ അതന്നെ അവൾ കഴിച്ചില്ല, കുറച്ച് ലൂസാവുകയും ചെയ്ത്. അതുകൊണ്ട് തീരെ കഴിച്ചില്ല, കുറച്ച് കഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ ദോശ മൊത്തം അവളെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒന്നും കഴിക്കാണ്ടിരുന്നാൽ ശരിയാവില്ല വെച്ചിട്ട് ഞങ്ങൾ മൊത്തം കഴിപ്പിച്ച്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി വലിയ ടാസ്ക്, അവളെ കുളിപ്പിക്കുക പറയുന്നത്. ഇപ്പോൾ തണുപ്പും കൂടി അതിനോണ്ട് ഒക്കെ കുളിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. ആദ്യം ചൂടുകാലത്തൊക്കെ, വേനൽക്കാലത്താണ് ണെങ്കിൽ ഓളെ ഞാൻ 4, 5, 6 പ്രാവശ്യം മേലെ ഏൽപ്പിക്കലുണ്ടായിരുന്നു. ഓൾക്ക് ഭയങ്കര ചൂടുകൂരുണ്ടായിരുന്നു. പിന്നെ കൂടാണ്ട് അവളെ ശരീരം ഭയങ്കര ഡ്രൈ സ്കിന്നുമാണ്. പാരച്യൂട്ടാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. തലയിലോ ചില സമയം അതന്നെ ഞാൻ മുഖത്തൊക്കെ യൂസ് ചെയ്യും. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് കൈക്കും കാലിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊന്നും കാച്ചി വെളിച്ചെണ്ണയൊക്കെ അല്ലേ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയില്ല. ഈ പ്രായത്തിൽ ഇവർക്ക് പനിയൊക്കെ ചുമയോ ജലദോഷമൊക്കെ വരുമോ, തണുപ്പല്ലേ കാച്ചി വെളിച്ചെണ്ണയൊക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമോ എന്ന് പേടിച്ചിട്ട്. ഇനി മഴക്കാലമാണല്ലോ വരുന്നത്, അപ്പോൾ അത് യൂസ് ചെയ്യണം, മുടി ആ സമയത്ത് വളരുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനല്ല കുളിപ്പിച്ചത്, ഏട്ടനാണ് ചൂടുവെള്ളത്തിലാണ് കുളിപ്പിച്ചത്. അംഗം വെട്ടുന്നുണ്ട് ഏട്ടനോട്. ഞാൻ അപ്പോഴത്തേക്ക് ഒത്തിരി പാത്രം കേൾക്കാണ്ട് ഇനി അതൊക്കെ കേൾക്കി ഞാൻ വന്ന് ഓളെ വാങ്ങിയൊക്കെ നല്ല ഉറക്കമുണ്ട്. ആ ഉറക്കം കൊണ്ട് ഇങ്ങനെ കണ്ണ് മാളി പോവുക. അപ്പോഴത്തേക്ക് പാലൊക്കെ കൊടുത്തോളം ഉറക്കി. ഏട്ടനും പോയിട്ടോ, ഏട്ടനും സമയമായി, ഏട്ടനും പോയി. ഇനി ഇത് കഴിഞ്ഞിട്ടോളം ഉറക്കി കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ തീർക്കണം. അതിൻ്റെ മുമ്പ് അവൾക്ക് മേക്കപ്പ് ഇടണം. അവൾ ഉറങ്ങിയതിന് ശേഷം അവളെ പിരികൊക്കെ എഴുതി കൊടുക്കുള്ളൂ. പിരികവും ചെറുതായിട്ടൊരു പൊട്ടും ബ്യൂട്ടി കുത്തൂല്ലേ കവളത്തും, അത് മാത്രമേ ഉള്ളൂ. കണ്ണൊന്നും അങ്ങനെ എഴുതില്ല. എഴുതി കഴിഞ്ഞവൾ എന്തായാലും പരുത്തുകയും ചെയ്യുള്ളൂ, അപ്പോഴത്തേ എണീക്കുകയും ചെയ്യും. അപ്പോൾ അത് ഞാൻ തലാണിയൊക്കെ വെച്ച് കൊടുത്താൽ അവൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും. ഇപ്പം തന്നെ നോക്കി എവിടെയാണ് കിടക്കുന്നത്, ഞാൻ എവിടെയാണ് കിടത്തിയെന്ന് നോക്കിയാൽ ഒരു ഭാഗത്ത് ഒതുങ്ങി കിടക്കില്ല. അങ്ങോട്ട് തിരിഞ്ഞ് ഉറക്കത്തിൽ തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കളിക്കും. 1 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എണീക്കാൻ. കണ്ടോ എണീച്ച് വരുന്നുണ്ട്. ഇനി ഒക്കെ കഞ്ഞിയൊക്കെ കൊടുക്കണം. ഇസു 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 TV വാച്ചിങ്, കാർട്ടൂൺ വാച്ചിങ്. ഇസുവിൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ. ഈസുവിന് കഞ്ഞി കൊടുക്കുന്ന പരാക്രമത്തിലാണ് ഞാൻ. ഈസു കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല. കഴിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഇരിക്കുകയല്ല, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. പിന്നെയും കാർട്ടൂണൊക്കെ വെച്ചെടുത്താലേ ഇരിക്കുള്ളൂ. എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കണമല്ലോ വിചാരിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചോറ് കൊടുക്കും കേട്ടോ. ഞാൻ കഴിക്കുന്ന സമയത്ത് തന്നെ കൊടുക്കും. അപ്പോൾ ഞാൻ കഴിക്കുന്ന കാണുമ്പോൾ അവൾ വായ തുറന്ന് വരുന്നതിനോട് ഞാൻ അപ്പം കൊടുക്കും. ഇത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഈശുദ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഈശുദ ഞാനൊരു തക്കാളി ഉടച്ചത് ഉണ്ടാക്കുക കേട്ടോ. തക്കാളി ഉടച്ചത് അവിടെ ഞാൻ ഉള്ളിക്കൊട്ടിട്ടാണ് ഉണ്ടാക്കുക. അത് വെച്ചറിയില്ല, ഞാനൊരു കാട്ടിക്കൂട്ടിയ ഒരു ഉള്ളി കാട്ടി കറി വെച്ചില്ല. അപ്പം അതുകൊണ്ട് കറി വൈകുന്നേരം വെക്കുകയുള്ളൂ. ഉച്ചത്തേക്ക് എനിക്ക് മാത്രം ഒരു കാട്ടിക്കൂട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഈശോ വന്നിട്ട് ഈശോ എന്നെ ചെയ്യുന്നു, ഞാൻ പിടിച്ച് വലിച്ച് പോവുക. ടാറ്റാ. പപ്പടം, പൈതി പപ്പടം ഈച്ചൂന് ഉള്ളി വാട്ടി മീൻ പൊരിച്ചത്. ഞാൻ ഈച്ചും കൂടി ആട്ടോ ചോറ് തിന്നാൻ പോകുന്നത്. ഞാൻ തിന്നുമ്പോഴാണ് ഈച്ചൊന്നും ചോറ് കൊടുക്കാം. ഇതു
ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം പുറത്തേക്ക് കൊലായിലേക്ക് ഇറങ്ങും. അപ്പോൾ ഓള് ബോളൊക്കെ എടുത്ത് കളിക്കുക, ഞാൻ കുറച്ച് മടക്കി വെക്കാണ്ട് ഇനി അതൊക്കെ മടക്കി വെച്ചിട്ട് ഓളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, കൊതുള്ളതിനോണ്ട് ഞങ്ങൾ വേഗം അകത്തേക്ക് കയറും. അപ്പോൾ ഓളിങ്ങനെ ഓളെ നോക്കുകയാണ്, ഓള് വിളിച്ചാൽ മൈൻഡാക്കിയില്ല. ഓള് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ നോക്കിയതാ. അപ്പം ഉണ്ടല്ലേ അവിടെ ഒരു ചുവപ്പ് കളറ് എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, എവിടെയോ കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ചുവപ്പ് കളറ് വന്നിട്ടുണ്ട്. എവിടെയാ എന്താ തലയൊക്കെ എവിടെയാ കൊണ്ടുപോയി മുട്ടിക്കുന്നതെന്ന് ആർക്കറിയാം. ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കേ ഇല്ല കുഞ്ഞ്. ഓരോ പ്രായം അതാണ്. ഇനി ഞാൻ നോക്ക് ഒരു 3 മണി ആയപ്പോൾ സെർലാക്ക് കൊടുത്തിട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അതാ ഓൾ എക്സ്പ്രഷൻ നോക്കും. അതാ ഒരുത്തേക്കേട് കളിക്കുന്ന മോള്. ഉമ്മട്ടാ 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 അതാ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓളം ഉറങ്ങിപ്പോയിട്ടോ. എന്തേ അറിയില്ല, വേഗം ഉറങ്ങിപ്പോയി. 7 മണി ആവുന്ന സമയത്തേക്ക് 7 മണി 7 ആകുമ്പോഴത്തേക്ക് ഉറങ്ങി. അതിന് ഓൾ ഉറങ്ങി നീറ്റ് ഇപ്പം ഞാൻ കഞ്ഞി കൊടുക്കുക, നമുക്ക് വേണ്ടാനിട്ട് ഓൾ കരയുകയായിരുന്നു. അത് കഴിഞ്ഞ് ഏട്ടൻ വന്ന് ഞങ്ങൾ മാറ്റി ഭക്ഷണം കഴിച്ചിട്ടാട്ടോ, ചോറൊക്കെ കഴിച്ചിട്ട് ഐസും ഞാനും ഏട്ടനും ചോറ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. അവിടെ കുറച്ച് ദൂരത്തായിട്ട് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ള ഷോപ്പുണ്ട്. അപ്പോൾ ഒരു ചെറിയ കട ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അവൾ അതാ ബാ എന്ന് പറയുകയാണ് നമ്മളോട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. ഇതിന് മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെളിച്ചം കണ്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയാണ് അവള്. കൊറേ ആയില്ലേ വന്നിട്ട്. ഇത് വേണോ? ഇത് വേണോ? വേണോ? വേറെ ഇത് വേണ്ടല്ലോ. അത് വേണ്ടല്ലോ. അമ്മക്ക് എന്നാല് വേണ്ട പറയ്. ഇത് വാങ്ങിച്ചോ, ഇത് കൊറേ നശിപ്പിച്ച സാധനല്ലേ. ആയിക്കോട്ടല്ലേ. ഓളപ്പം കളിക്കുന്നേ ഉള്ളു അമ്മേട്ടാട്ടോ. പിന്നെ എന്ത് ചെയ്യണ്ട്? ഞങ്ങൾ അവിടുന്ന് നേരെ ഒരു ഉപ്പിലിട്ട എൻ്റെ അവിടേക്കാട്ടോ വന്നത്. ഞാനൊരു കൈതച്ചക്ക എടുത്ത്, ഉപ്പിലിട്ട കൈതച്ചക്ക എടുത്ത്, പിന്നെ ഇസൂന് ഒരു ഉപ്പിലിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ മുറിച്ച് വെച്ച മറ്റേത് ഉണ്ടാവില്ല, വത്തക്ക ഉണ്ടായിരുന്നു, കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ വത്തക്ക എടുത്ത് ഇസൂന് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾ അവിടുന്ന് ബീച്ചിൽ നിന്നൊക്കെ വരാൻ 12:30 ആയി. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന ഷോപ്പാണ്. അപ്പോൾ അവിടെ കയറി അവിൽ മിൽക്ക് പറഞ്ഞു. അവിൽ മിൽക്ക് ഞാൻ സ്പെഷ്യൽ അവിൽ മിൽക്കും ഒന്നിലായിട്ട് സാധാ അവിൽ മിൽക്കാണ് പറഞ്ഞത്.
പക്ഷെ ഒരു കൊണ്ട് തന്നപ്പോൾ അമ്മയായിട്ടാണ് സ്പെഷ്യലും എനിക്ക് സാധായി. പക്ഷെ ഞാൻ അത് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ അവിടെ കോംബോ ഓഫറുണ്ട് ഷവർമ്മയ്ക്ക്. 2 റോളിന് 100 രൂപ. അപ്പം ഞങ്ങൾ 2 ഷവർമ്മ വാങ്ങി കഴിച്ച്. വിശപ്പൊന്നും ഇല്ലേന്, എന്നാലും ഞങ്ങൾ ഒപ്പിച്ച് കഴിച്ച്. ഇസൂനും കുറച്ച് അവിൽ മിൽക്കൊക്കെ കൊടുത്ത്. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ബായ്.